പുരാണങ്ങളിൽ ദേവഗണങ്ങളിൽപ്പെട്ടവരും പ്രപഞ്ചത്തിലെ പ്രധാന 8 പ്രകൃതി ശക്തികളെ പ്രതിനിധാനം ചെയ്യുന്നവരുമാണ് അഷ്ടവസുക്കൾ. വസു എന്ന വാക്കിന് വസിക്കുന്നവർ അല്ലെങ്കിൽ പ്രകാശം ചൊരിയുന്നവർ എന്നാണ് അർത്ഥം. ഭൂമി, ജലം, അഗ്നി, വായു തുടങ്ങിയ അടിസ്ഥാന ഘടകങ്ങളുടെ ദേവന്മാരാണ് ഇവർ. എന്നാൽ ഈ ദിവ്യശക്തികൾക്ക് ഒരു ഘട്ടത്തിൽ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കേണ്ടി വന്നു. ആ കഥയാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. ഹായ് കൂട്ടുകാരെ, ഇറ്റ്സ് മീ ആര്യ ഹിയർ. എല്ലാവർക്കും എപ്പിക് ടെയിൽസിലേക്ക് സ്വാഗതം. അഷ്ടവസുക്കൾ ആരാണ്? അഷ്ടവസുക്കൾ പ്രജാപതിയായ ധർമ്മദേവന്റെയും അദ്ദേഹത്തിൻ്റെ പത്നിമാരുടെയും മക്കളായാണ് കണക്കാക്കപ്പെടുന്നത്. ഇവരാണ് പ്രകൃതിയിലെ 8 അടിസ്ഥാന ഘടകങ്ങളെ നിയന്ത്രിക്കുന്നത്. ഭൂമി, സ്ഥിരത, ചന്ദ്രൻ, വെളിച്ചം, വായു, അഗ്നി, പ്രകാശം, ശോഭ. സ്വർഗത്തിൽ സർവൈശ്വര്യങ്ങളോടുകൂടി ജീവിക്കുകയായിരുന്ന ഇവരുടെ ജീവിതം മാറ്റിമറിച്ചത് ഒരു കൊച്ചു കോശമാണ്. ഒരിക്കൽ അഷ്ടവസുക്കളും അവരുടെ ഭാര്യമാരും ചേർന്ന് വനത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രക്കിടയിൽ അവർ മഹർഷി വസിഷ്ഠന്റെ പുണ്യമായ ആശ്രമത്തിലെത്തി. ആശ്രമം അതിമനോഹരമായിരുന്നു. അവിടെ വച്ച് വസുക്കളിൽ ഒരാളായ പ്രഭാസന്റെ പത്നി ആശ്രമത്തിലെ ഒരിടത്ത് കെട്ടിയിട്ടിരുന്ന ഒരു പശുവിനെ കണ്ടു. ആ പശു സാധാരണ പശുവായിരുന്നില്ല. അത് സർവാഭീഷ്ടങ്ങളും സാധിക്കുന്ന നന്ദിനി എന്ന ദിവ്യ പശുവായിരുന്നു. അതിൻ്റെ പാൽ കുടിക്കുന്നവർക്ക് നിത്യ യൗവനം ലഭിക്കുമായിരുന്നു. പശുവിനെ കണ്ട ഉടൻ പ്രഭാസന്റെ പത്നി അതിൽ ആകൃഷ്ടയായി. അവർക്ക് ആ പശുവിനെ സ്വന്തമാക്കണം. അവർ പ്രഭാസനോട് ആവശ്യപ്പെട്ടു, ഈ പശുവിനെ നമുക്ക് സ്വന്തമാക്കണം. ഇത് നമ്മുടെ സുഹൃത്തിന് സമ്മാനിക്കാനായി എനിക്ക് വേണം. പശുവിൻ്റെ ശക്തി അറിയാമായിരുന്നിട്ടും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി പ്രഭാസൻ ആ ദിവ്യ പശുവിനെ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. മറ്റ് 7 വസുക്കളും ഈ മോഷണത്തിന് പ്രഭാസനെ സഹായിക്കുകയും ചെയ്തു. ദിവ്യശക്തിയുള്ള നന്ദിയെ കാണാതായപ്പോൾ മഹർഷി വസിഷ്ഠൻ ദിവ്യദൃഷ്ടിയാൽ സംഭവിച്ചതെല്ലാം അറിഞ്ഞു. താൻ സ്നേഹത്തോടെ വളർത്തിയ പശുവിനെ മോഷ്ടിച്ചതിൽ മഹർഷിക്ക് അത്യധികം കോപം വന്നു. അദ്ദേഹം ഉടൻ തന്നെ മോഷണത്തിൽ പങ്കെടുത്ത 8 വസുക്കളെയും ഭൂമിയിൽ മനുഷ്യരായി ജനിക്കട്ടെ എന്ന് ശപിച്ചു. ശാപം കേട്ടതും വസുക്കൾ ഭയന്നുപോയി. അവർ ഉടൻ തന്നെ വസിഷ്ഠന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. തങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് അവർ ഏറ്റുപറഞ്ഞു. വസുക്കളുടെ പശ്ചാത്താപം കണ്ട മഹർഷിക്ക് അല്പം മനസ്സലിഞ്ഞു. അദ്ദേഹം ശാപത്തിന് ഒരു ഇളവ് നൽകി. പ്രഭാസൻ ഒഴികെയുള്ള 7 വസുക്കൾക്കും ഭൂമിയിൽ ജനിച്ച ഉടൻ തന്നെ ശാപമോക്ഷം ലഭിക്കും. അവർക്ക് മനുഷ്യജീവിതത്തിൻ്റെ ദുരിതങ്ങൾ അധികം അനുഭവിക്കേണ്ടി വരില്ല. എന്നാൽ മോഷണത്തിന് മുൻകൈയെടുത്ത പ്രഭാസൻ ഒരുപാട് കാലം ഭൂമിയിൽ ജീവിക്കുകയും ദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. എങ്കിലും അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനും കീർത്തിമാനുമായിരിക്കും. അങ്ങനെ ശാപമോക്ഷം ലഭിക്കാനായി ഭൂമിയിൽ ജനിക്കുന്ന ഉടൻ തന്നെ മരണത്തെ പുൽകാൻ വസുക്കൾ തയ്യാറായി. ശാപമോക്ഷത്തിനായി വസുക്കൾ ലോകമാതാവായ ഗംഗാദേവിയെ സമീപിച്ചു. തങ്ങൾ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കുമ്പോൾ അമ്മയായി സ്വീകരിച്ച് ജനിച്ച ഉടൻ തന്നെ മോക്ഷം നൽകി സ്വർഗത്തിലേക്ക് തിരിച്ചയക്കണമെന്ന് അവർ അപേക്ഷിച്ചു. ഗംഗാദേവി ആ അപേക്ഷ സ്വീകരിച്ചു. കുറച്ചു കാലത്തിന് ശേഷം ഹസ്തിനപുരത്തിലെ രാജാവായിരുന്ന ശാന്തനു മഹാരാജാവ് ഗംഗാതീരത്ത് വെച്ച് അതിസുന്ദരിയായ ഗംഗാദേവിയെ കണ്ടുമുട്ടുകയും പ്രണയിക്കുകയും ചെയ്തു. ഗംഗയെ വിവാഹം കഴിക്കാൻ ശാന്തനു ആഗ്രഹം പ്രകടിപ്പിച്ചു. ഗംഗാദേവി ഒരു ഉപാധിയോടെ വിവാഹത്തിന് സമ്മതിച്ചു. എൻ്റെ ചെയ്തികളെക്കുറിച്ച് ഒരു ചോദ്യവും ചോദിക്കരുത്. ചോദ്യം ചോദിച്ചാൽ ഞാൻ നിങ്ങളെ വിട്ടുപോകും. ശാന്തനു ആ ഉപാധി സന്തോഷത്തോടെ അംഗീകരിച്ചു.
ഗംഗാദേവി ശാന്തനുവിന് ഓരോ വർഷവും ഓരോ പുത്രന്മാർക്ക് ജന്മം നൽകി. എന്നാൽ ഓരോ പുത്രൻ ജനിക്കുമ്പോഴും ഗംഗാദേവി ആ കുഞ്ഞിനെ പുഴയിൽ മുക്കിക്കൊല്ലുകയും ഉടൻ തന്നെ തിരികെ കൊട്ടാരത്തിൽ വരികയും ചെയ്തു. വാക്ക് നൽകിയിരുന്നതിനാൽ ദുഃഖിതനായ ശാന്തനു ഒന്നും ചോദിക്കാതെ മൗനം പാലിച്ചു. അങ്ങനെ ആദ്യത്തെ 7 വസുക്കൾക്ക് ഗംഗാദേവി ജനിച്ച ഉടൻ തന്നെ മോക്ഷം നൽകി സ്വർഗത്തിലേക്ക് തിരിച്ചയച്ചു. 8ാമത്തെ പുത്രൻ പിറന്നപ്പോൾ ഗംഗാദേവി ആ കുഞ്ഞിനെയും പുഴയിൽ മുക്കാൻ ഒരുങ്ങി. എന്നാൽ സങ്കടം സഹിക്കാനാവാതെ ശാന്തനു മഹാരാജാവ് ഗംഗയെ തടഞ്ഞു. "നീ എന്തിനാണ് ഈ ക്രൂരത ചെയ്യുന്നത്? നീ ആരാണെന്ന് എനിക്കറിയണം," ശാന്തനു വിലപിച്ചു. അതോടെ ഗംഗാദേവി പറഞ്ഞു, "അല്ലയോ രാജൻ, നിങ്ങൾ നിങ്ങളുടെ വാക്ക് തെറ്റിച്ചു. ഇനി ഞാൻ ഇവിടെ തുടരുകയില്ല. ഞാൻ ഗംഗാദേവിയാണ്. ഈ 8 പുത്രന്മാരും വസിഷ്ഠന്റെ ശാപം പേറി ഭൂമിയിൽ വന്ന അഷ്ടവസുക്കളാണ്. ആദ്യത്തെ 7 പേർക്ക് ഞാൻ മോക്ഷം നൽകി. എന്നാൽ ഈ 8ാമത്തെ പുത്രൻ ശാപം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ പ്രഭാസനാണ്. ഇദ്ദേഹം കുറച്ചു കാലം ഭൂമിയിൽ ജീവിക്കും" എന്ന് പറഞ്ഞ് ഗംഗാദേവി ആ കുഞ്ഞുമായി അപ്രത്യക്ഷയായി. പിന്നീട് ഗംഗാദേവി ആ കുമാരനെ സർവ്വവിദ്യകളും അഭ്യസിപ്പിച്ച് യുവത്വത്തിൽ ശാന്തനുവിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. ആ കുമാരനാണ് പിൽക്കാലത്ത് ഭയങ്കരമായ പ്രതിജ്ഞയെടുത്ത് ഭീഷ്മർ എന്നറിയപ്പെട്ട ദേവവ്രതൻ. അങ്ങനെ അഷ്ടവസുക്കളുടെ ശാപമാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ കേന്ദ്രബിന്ദുവായ ഭീഷ്മ പിതാമഹന് ജന്മം നൽകിയത്. അഷ്ടവസുക്കളുടെ കഥ ദൈവങ്ങൾ പോലും കർമ്മഫലങ്ങളെ മറികടക്കുകയില്ല എന്ന വലിയ സന്ദേശം നൽകുന്നു. ഒരാൾ ചെയ്യുന്ന തെറ്റിന് എല്ലാവരും കൂട്ടുനിന്നാൽ അതിൻ്റെ ഫലം എല്ലാവരും അനുഭവിക്കേണ്ടി വരും. എന്നാൽ ആ ശാപം പോലും ധർമ്മം സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു മഹാനായ വ്യക്തിക്ക് ജന്മം നൽകിയെന്നതും ചരിത്രത്തിൻ്റെ വിധി തന്നെയാണ്. ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.